إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെയൊക്കെ സ്വഭാവ വിശുദ്ധി കൊണ്ടും സ്വഭാവ സംസ്കരണവും കൊണ്ടുമൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഭാവങ്ങളെ, അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തത്തോട് തന്നെ കാണിക്കുന്ന, നമ്മുടെ നഫ്സിനോട് കാണിക്കുന്ന ഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം. സ്വഭാവ പെരുമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഭാവങ്ങളും സമീപനങ്ങളുമാണ് നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ക്യാരക്ടറാണ്, മറ്റൊന്ന് മറ്റുള്ളവരോടുള്ള ബിഹേവിയറാണ്. ഇസ്ലാം ഇതിനെ ഖുലുഖ്, സൽസ്വഭാവം എന്നാണ് ഇതിന് രണ്ടിനെയും ചേർത്തി പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയാ നമ്മിലേക്ക് വന്ന, നമുക്ക് കിട്ടിയ ഒരു സ്വഭാവം ഉണ്ടാവും. നമുക്ക് പഠിച്ച് പരിശീലിച്ച് തിരുത്തി ആർജിച്ചെടുക്കാൻ പറ്റുന്ന സ്വഭാവം ഉണ്ടാവും. ഒരാളെ മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്തായിരിക്കും? ഒരാളുടെ അപ്പിയറൻസ് കാണുമ്പോൾ അയാളെ കുറിച്ച് നമ്മൾ വിലയിരുത്തും. അയാളുടെ വേഷം കണ്ട്, അയാളുടെ താടി കണ്ട്, അയാളുടെ ഇടപെടുന്ന രീതി കണ്ട്, അയാൾ ഇത്തരക്കാരനാണ്, അയാൾ ഇന്ന ജോലിക്കാരനാണ്, ഇന്ന സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തും. ഒരു ലോഹായിട്ട് ഒരാളെ കാണുമ്പോൾ അത് പിന്നെ ഒരു അച്ഛനാണ് എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു മൗലവിക്കൊരു വേഷം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വാമിക്കൊരു വേഷം ഉണ്ടാവും. അതല്ലാത്ത ചില ഇടപെടലുകൾ, ഭാവങ്ങൾ കണ്ട അയാൾ നമ്മൾ വിലയിരുത്തും. അയാളുടെ അപ്പിയറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് അയാളുടെ ബിഹേവിയറാണ്, പെരുമാറ്റമാണ്. ഒരാളോട് അയാൾ എങ്ങനെ സംസാരിക്കുന്നു,
എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ഇടപെടുന്നു. അങ്ങനെയുള്ള ഇടപെടലുകളിലൂടെ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് അയാളുടെ ക്യാരക്ടറാണ്. തികച്ചും അയാളും അയാളുടെ കുടുംബവും, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾക്ക് മാത്രം അറിയുന്ന ചില സംഗതികളുണ്ട്. അങ്ങനെ അത് പുറത്തു വരുന്നൊരു ഘട്ടമുണ്ടാവും. ചിലപ്പോൾ അയാൾ ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, പക്ഷെ ഇപ്പോഴാണ് അയാളെ തനി സ്വഭാവം മനസ്സിലായതെന്ന് നമ്മൾ പറയുന്നു. ആ രൂപത്തിൽ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. കാഴ്ച കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, വ്യക്തിത്വത്തിലെ ഇടപെടൽ കൊണ്ടൊക്കെ നമുക്ക് ഒരാളെ മനസ്സിലാവും. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളെ കാണുന്ന ഒരാൾ, പുറമെന്ന ഒരാൾ നമ്മളൊരു മുസ്ലിമാണ് എന്ന നിലക്ക് നമ്മെ നോക്കിക്കാണുമ്പോൾ അയാൾ നമ്മളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കും? നമ്മളെ പെരുമാറ്റം കൊണ്ട് നമ്മൾ മുസ്ലിമാണ് എന്നതിൽ അയാൾ എങ്ങനെ അത് തിരിച്ചറിയും? ഒരു മുസ്ലിം ആയതുകൊണ്ട് അയാൾ വളരെ മാന്യമായി ഇടപെട്ടു എന്ന് തിരിച്ചറിയും. നമ്മുടെ സ്വകാര്യതയിലും രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്ന് ആളുകൾ മനസ്സിലാവുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ഇനി നമ്മൾ ആരുടെ മുന്നിൽ ഇത് മറച്ചു വെച്ചാലും ഇതെല്ലാം പുറത്തു വരുന്ന ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാനും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും പുറമെന്ന് നമ്മളൊരു അപ്പിയറൻസിൽ നോക്കിയാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആളുകളെ ഡീൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലും, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രഹസ്യവും കുടുംബജീവിതത്തിന്റെ സ്വകാര്യതകളൊക്കെ എടുത്തു നോക്കിയാലും, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ആളുകൾക്ക് ഏറ്റവും മാതൃകാപരമായ ദീൻ പഠിക്കാനും മുസ്ലിമിനെ സ്വീകരിക്കാനും പറ്റുന്ന രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ സ്വഭാവവും ഈ പെരുമാറ്റങ്ങളൊക്കെ വിലയിരുത്തി നമ്മളെ ആളുകൾ എന്ത് പേരിട്ടായിരിക്കും വിളിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരാണ് ആലോചിക്കേണ്ടത്. നമുക്ക് ജന്മനാ ചിലപ്പോൾ ചില സ്വഭാവ വിശുദ്ധി കിട്ടിയിട്ടുണ്ടാവും, സ്വഭാവ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, ചില ദോഷം കിട്ടിയിട്ടുണ്ടാവും. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയുമുള്ള ഒരു സാഹചര്യം നമ്മുടെ മനസ്സിന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നഫ്സിന് കൊടുത്തിട്ടുണ്ട്. ആരാണോ നന്മയെ പരിപോഷിപ്പിച്ചെടുക്കുന്നത് അവർ അതിൽ വിജയിക്കുമെന്നാണ്. ഒരാൾ ആരാണോ തിന്മയെ ഇങ്ങനെ തിന്മയിൽ ഇങ്ങനെ അധിഷ്ഠിതമായി ജീവിക്കുന്നത് അയാൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നുള്ളതാണ്. നമ്മുടെ നഫ്സ് അങ്ങനെയാണ്. അള്ള പരുവപ്പെടുത്തിയെടുത്ത് തന്നെ അള്ള എന്തൊരു ഫുജൂർ, ഒരു തിന്മയുടെ ഒരു സ്വഭാവം അതിനുണ്ട്, തെറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി അതിനുണ്ട്. അപ്പൊ തഖ്വയുടെ നന്മ കേൾക്കുമ്പോൾ നന്മയിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൽ മുന്നേറാനുള്ള ഒരു മാനസികാവസ്ഥയും അതിനുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കാണ്. ആരാണ് അതിനെ ശുദ്ധമാക്കിയത്, പരിപോഷിപ്പിച്ചെടുത്തത്, സംസ്കരിച്ചെടുത്തത്, അവർ വിജയിച്ചു. ആരാണോ അതിനെ മോശമാക്കിയത്, മലിനമാക്കിയത്, അവർ പരാജയപ്പെട്ടു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലത് നമ്മുടെ ജീനിൽ തന്നെ ഉണ്ടാവും, അതിൽ ഫുജൂർ ഉണ്ടാവും, തഖ്വയുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്കത് പരിശീലിക്കാൻ കഴിയുക? അതിന് ദീന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ദീനിയായ വിജ്ഞാനം, ദീനിനെ പറ്റിയുള്ള അറിവ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദീനിയായി പഠിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് നിർവഹിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മൻ അക്രമുന്നാസ്, ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ മാന്യനായ ആള് എന്ന് റസൂലുള്ളാഹിനെ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആളുകൾ പലതരത്തിലുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരുടെ തറവാടുമായി ബന്ധപ്പെട്ട, ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണോ നിങ്ങൾ ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആളുകൾ പലതരത്തിലുള്ള അടിസ്ഥാനങ്ങളും അടിത്തറകളുള്ള ആളുകളുണ്ടാവും. ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ജാഹിലിയത്തില് നിന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അയാൾക്ക് ഉള്ള നിലവിലുള്ള ചില ഗുണങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ ഗുണം അയാൾക്ക് നിലനിർത്താൻ കഴിയും. പിന്നെ അത് കൂടുതൽ മെച്ചപ്പെട്ടതാവുന്നത് എപ്പോഴാണ്? ഇതാ ഫഖഹു, അയാള് ഫഖീഹാവുമ്പോഴാണ്, ദീനിനെ പറ്റി നല്ല വിവരം ഉണ്ടാകുമ്പോഴാണ്, അറിവ് കിട്ടുമ്പോഴാണ്, ഇന്ന കാര്യമാണ് ദീന് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പാരമ്പര്യമായി ജന്മന ഒക്കെയുള്ള ചില സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാവും, അത് നിലനിർത്താനാവും. ദീന് കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെട്ടതായി നന്നാക്കിയെടുക്കാൻ കഴിയും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അഷജ് അബ്ദുൽ ഖൈസ് എന്ന ഒരു നേതാവ്, ഒരു ഗോത്രത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ആയിട്ട് ഇസ്ലാമിനെ പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇന്ന ഫീക ഖുലുഖൈനി യുഹിബ്ബുഹുമല്ലാഹ്, അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങൾ താങ്കളിൽ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ നേരത്തെ അയാളുടെ ജീവിതത്തിൽ പെരുമാറ്റത്തിലൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഗുണങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അൽ ഹിൽമു അൽ ഹയാ, ഒന്ന് വിവേകമാണ്, സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ച് പെരുമാറാനും ഇടപഴകാനൊക്കെ ഉള്ള ഒരു കഴിവാണത്, വിവേകത്തോടുകൂടി പെരുമാറാൻ കഴിയുക. മറ്റൊന്ന് ഹയാ ആണ്, ലജ്ജയാണ്. എല്ലാ വേണ്ടാത്തരങ്ങളും എല്ലാ അലമ്പലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലജ്ജ അയാളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ. അപ്പൊ ജന്മനാ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മളടുത്ത് ഉണ്ടാവും. അത് നിലനിർത്തുക, നന്നാക്കുക എന്നുള്ളതാണ്. അതിന് ദീനിയായ പഠനം, അറിവ് നമ്മളെ കൂടുതൽ സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സ്വഭാവങ്ങൾ പലതും പ്രിയപ്പെട്ടവരെ പഠിച്ചെടുക്കാൻ, പരിശീലിക്കാൻ പറ്റുമെന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു അൽ ഇൽമു ബിത്തഅല്ലും, അറിവ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്, അത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അതുപോലെ അൽ ഹിൽമു ബിത്തഹല്ലും, ഒരാളുടെ വിവേകണ്ടത് എങ്ങനെ മനസ്സിലാകുക, അതൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാകുക. ചിലപ്പോൾ ഈ പഠിച്ച പാഠങ്ങൾ നമ്മൾ മറക്കും, ഒരു തനി സ്വഭാവം ചിലപ്പോൾ പുറത്തേക്ക് നമുക്ക് വരും. ചില ആൾക്കാർ പറയല്ലോ, ഞാൻ കുറെ കൺട്രോൾ ചെയ്തു, പക്ഷെ പഠിച്ചൊക്കെ ഞാൻ മറന്നുപോയി, ഇതിന്റെ തനി സ്വഭാവം അവസാനം പുറത്തേക്ക് വന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജന്മനാളുള്ള ഒരു ടെൻഡൻസി നമ്മുടെ അടുത്തുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനെ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ് നല്ല ശക്തൻ, നല്ല കഴിവ് ശക്തൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സുഹു ഇൻദൽ ഗളബ്. നല്ല മസിൽ പവറൊക്കെ ഉള്ള ഒരാളല്ല യഥാർത്ഥത്തിൽ ശക്തൻ. ആരാണ് ശക്തൻ? അയാൾക്കൊരു കോപം വരുമ്പോ, ദേഷ്യം വരുമ്പോ, ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്യാൻ ആർക്കാണോ കഴിയുന്നത് അയാളാണ് ശക്തൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കൺട്രോളിംഗ്, നിയന്ത്രണം എന്നുള്ള സംഗതി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം. ദീൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അറിവ് കൂടുമ്പോ, മതത്തെപ്പറ്റി പഠിക്കുമ്പോ, പടച്ചോനെ പറ്റി മനസ്സിലാക്കുമ്പോ, നമ്മുടെ പോരായ്മകൾ ശരിയാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ ഇത് കൂടുതൽ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ്. അങ്ങനെ സ്വഭാവം രൂപീകരിക്കപ്പെടുമ്പോഴാണ്, സംസ്കരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പുണ്യകർമ്മമായി അത് മാറുന്നത്. ആ പുണ്യകർമ്മം കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇബാദത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഈ ഇബാദത്തുകളുടെ ലക്ഷ്യം എന്താണ്? ഒന്ന് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്, പരലോകത്തെ പ്രതിഫലം, അള്ളാഹിന്റെ തൃപ്തി, സ്വർഗപ്രവേശനം. ഇതിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിശുദ്ധിയാണ്. ഒരാൾക്ക് ഇബാദത്ത് കൊണ്ട് അയാളുടെ ജീവിതം നന്നാകണം, അയാളുടെ സ്വഭാവം നന്നാകണം, അയാളുടെ പെരുമാറ്റം നന്നാകണം, അയാളുടെ മനസ്സ് നന്നാകണം. ഇതൊക്കെയാണ് ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത്. നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമസ്കാരം നിർവഹിക്കുന്നതിന്റെ ഔട്ട്പുട്ട് എന്താണ്? നോമ്പെടുത്തതിന് ശേഷം നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? സക്കാത്ത് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധി എന്താണ്? ഹജ്ജ് നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ട മ്ലേച്ഛമായ വൃത്തികേടുകളിൽ നിന്ന് ഒരാളുടെ നമസ്കാരം അയാളെ തടയുന്നു എന്നാണ്. അപ്പൊ സുബഹി നമസ്കരിച്ചാൽ ളുഹ്ർ വരെയുള്ള ഒരു സമയത്ത് തിന്മകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഈമാൻ, ഒരു എനർജി, ഒരു വിശുദ്ധി അയാൾക്ക് രൂപീകരിക്കപ്പെടണം. അതിനുള്ളൊരു തഖ്വ അയാൾ ആർജിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് അപ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങനെ ആകുന്നുണ്ടോ? നമ്മുടെ നമസ്കാരം കൊണ്ട് തെറ്റുകളെ തടഞ്ഞു നിർത്താൻ മാത്രമുള്ള ഒരു ഈമാൻ, ഒരു ഖുശൂ, ഭക്തി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സ്വതക്കയെ പറ്റി, സക്കാത്തിനെ പറ്റി പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുക, നിർബന്ധ ദാനം കൊടുക്കുക. നിർബന്ധമായും കൊടുക്കേണ്ട ചില അവകാശങ്ങളുണ്ടല്ലോ, അത് കൊടുക്കുക. അതെന്തിനാണ്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അത് നിങ്ങളെ വിശുദ്ധമാക്കും, നിങ്ങളെ സംസ്കരിക്കും. അപ്പൊ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ നന്നാകുമെന്നാണ്
ഖുർആൻ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾ പിശുക്കി കൊടുക്കാതിരിക്കും, അല്ലെങ്കിൽ പണം പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ബേജാറ് മനസ്സ് കുടിസാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കൊടുത്ത് ശീലിക്കൂ. അപ്പൊ നിങ്ങളുടെ മനസ്സ് കൂടുതൽ നന്നാകും. ഒരു തത്വഹീർ, ഒരു പരിശുദ്ധി കൈവരിക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അതിന്റെ ഒരു സുഖം, അതുകൊണ്ട് കിട്ടുന്ന വിശാലത, അതിന്റെ സമ്പത്ത്, അതിലൂടെ വളരുന്നത് അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. കൊടുത്താലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എത്ര പേർക്ക് അത് സാധ്യമാകുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നോമ്പിനെ പറ്റി പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകും, അള്ളാഹിനെ പേടി ഉണ്ടാവും, മനസ്സ് കൂടുതൽ നന്നാവും, വിശുദ്ധമാകും, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ ഉണ്ടാകും. അതുണ്ടായാൽ പിന്നെ എല്ലാം നന്നാവുമല്ലോ. അങ്ങനെ നോമ്പ് നിങ്ങളെ വിശുദ്ധമാക്കും. റസൂലുള്ളാഹി കൃത്യമായി പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ അയ്യദഅ തആമഹു വശറാബഹു. നോമ്പുകാരൻ വെറുതെ ഭക്ഷണം പാനീയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാര്യമില്ല. അയാൾ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാളുടെ നോമ്പുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നോമ്പ് കൊണ്ട് നമ്മൾ വേണ്ടാത്തരങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. അതിൽ വേണ്ടാത്തരം പാടില്ല, തോന്നിവാസം പാടില്ല, അവിടെ തർക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അവിടെ കശപിശകൾ ഉണ്ടാകാൻ പാടില്ല. അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നാണ്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞോട് കൂടിയിട്ട് വലത് തുഹുമ്മുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉമ്മ പ്രസവിച്ച മോനെ പോലെ, കുട്ടിയെ പോലെ ആകാന്ന് പറഞ്ഞാൽ മനസ്സത്രയും പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന രൂപത്തിലാവുന്നുള്ളതാണ്. അപ്പൊ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, നമ്മുടെ വാശി, വക്കാണം, വികൃതികൾ, കുസൃതികൾ, ഈ കുശുമ്പ്, കുന്നായ്മകൾ, ഇത്തരത്തിലുള്ള കുറെ വേണ്ടാത്തരങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ പോകണം. അത് എത്ര അളവ് കുറയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നമസ്കാരം ഡെയിലി നമ്മൾ 5 നേരം കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മോടുകൂടെ ജീവിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. ആ ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാക്കപ്പെട്ടിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈമാനിനെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. എന്താ ഈമാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്ക് അള്ളാഹിനെ ശരിക്ക് വിശ്വാസമുണ്ടോ? പരലോകമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഫല്യഖുൽ ഖൈറൻ, നിങ്ങൾ നല്ലത് പറഞ്ഞാൽ മതി. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞു. ചെറിയൊരു സംഭവമാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന ആലോചിച്ചു നോക്കും. അള്ളാഹിനെ ശരിക്ക് പേടിയുണ്ടോ? പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഫല്യഖുൽ ഖൈറൻ, ഒന്നുകിൽ നിങ്ങൾ നല്ലത് പറയാം. നമ്മൾ ആലോചിച്ച് നോക്കൂ, വ്യക്തിപരമായി, കുടുംബത്തിൽ, സംഘടനയിൽ, പ്രസ്ഥാനത്തിൽ, പാർട്ടികളിൽ നമ്മൾ കൂടുമ്പോഴൊക്കെ നമ്മുടെ സംസാരങ്ങൾ അതത്ര നല്ലതാണോ? ആണെങ്കിലൊക്കെ നമ്മൾക്ക് അള്ളാഹിന്റെ ഖൈർ ഉണ്ടാവും. അതല്ല നമ്മൾ ഉപദ്രവകരമായ, മ്ലേച്ഛമായ, അശ്ലീലമായ വേണ്ടാത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്താണ് നമ്മൾ അതിലൂടെ നേടിയെടുക്കുന്നത്? പുണ്യല്ലല്ലോ. ഔലിയസ്മുത്ത്, ഞങ്ങൾ ഒന്നും പറയാല്ലേ, മുണ്ടാതിരുന്നാൽ അതാണ് നല്ലത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മോശമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഉണ്ടോ എന്നതാണ് അതിന്റെ ചോദ്യം. ഇതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ഒന്ന് വേറൊരു ഭാഗം നഷ്ടപ്പെടും. ആദ്യ ഭാഗം ഇല്ലെങ്കിൽ രണ്ടാമത്തേന് പ്രസക്തിയില്ല. രണ്ടാമത്തെ ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യ ഭാഗം അതുപോലെ അത് വിഫലമായി പോകും എന്നതാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് കൃത്യമായി അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവം മോശമായുള്ള പ്രശ്നം എന്താണ്? ഒരാളെ ഇബാദത്തെടുക്കുന്നു, നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, ഇബാദത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളുടെ നാവ് മോശമാണ്, അയാളുടെ മനസ്സിന്റെ വിചാരങ്ങൾ മോശമാണ്, അയാൾ ചെയ്യുന്ന സ്വകാര്യമായ പ്രവർത്തനങ്ങൾ മോശമാണ്, ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമുണ്ട്, ഏഷണിയും പരദൂഷണവും കുറ്റവും കുറവും ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അയാളുടെ സ്വഭാവമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ ഹദീസ് മതി പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ, നന്നാകണമെന്ന് തീരുമാനിക്കാൻ. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട്, അതദറൂന മൽ മുഫ്ലിസ്. പലപ്പോഴും നമ്മൾ കേട്ട ഹദീസാണ്. പാപ്പരായി പോയവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് അതിന്റെ തുടക്കം. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. സഹാബികൾ പറഞ്ഞു, ലൈസ ഇൻദാ ദീനാറും വലാ ദിർഹം, ഒരു ഉറുപ്പിയ ഒരാണ പൈസ ഇല്ലാത്ത ആളാണല്ലോ പാപ്പരായി പോയവർ.
റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനല്ല, എന്റെ ഉമ്മത്തിൽ ആരാണ് പാപ്പരായിപ്പോയവർ അയാളെ യൗമുൽ ഖിയാമത്തിൽ വരും, വിചാരണ ദിവസം വരും. അയാൾ വരുമ്പോ ബിസ്വലാത്തിൻ വ സിയാമിൻ വ സക്കാത്തിൻ, അയാൾക്ക് കുറെ നമസ്കാരമുണ്ട്, കുറെ നോമ്പുണ്ട്, സക്കാത്തുണ്ട്, പക്ഷേ അയാൾക്ക് ഗുണം ഉണ്ടാവില്ല. എന്താ ഗുണമില്ലാതെ? കാരണം വിചാരണകൾ നടക്കുമ്പോ അയാളെ തെരഞ്ഞ് കുറെ ആൾക്കാർ വരുന്നതാണ്. ഒരാൾ വന്നിട്ട് പറയുമ്പോ പടച്ചോനെ ഇയാൾ എന്നെ ചീത്ത പറഞ്ഞു, എന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തി, അയാൾ എന്നെ കളിയാക്കി, എന്നെ മാനസികമായി പ്രയാസപ്പെടുത്തിയ ആളുകൾ കടന്നു വരുന്നതാണ്. നമ്മളുണ്ടല്ലോ വാക്കുകൊണ്ട് ഉപദ്രവിച്ച മനുഷ്യന്മാര്, ഇവിടെ നമുക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും, മർദ്ദിക്കപ്പെട്ട മനുഷ്യർ, അവരുടെ പ്രാർത്ഥന ഉണ്ടാവും അള്ളാഹുവിനോട്, പടച്ചോനെ എനിക്ക് ആവതില്ലാതായി പോയി, അയാളെ നീ ഒന്ന് കണക്കിന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും ആൾക്കാർ. നമ്മൾ വിചാരിച്ച മാതിരില്ല. അതിനിടയിൽ അള്ളാഹ്ക്കും അയാൾക്കും ഇടയിൽ മറല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനത്തെ ആളുകൾ പരലോകത്ത് വരുമെന്നാണ്. മറ്റൊരു ടീം വരുമ്പോ ഖദഫഹാദ, ഇയാൾ എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു, ഇയാൾ എന്നെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇല്ലാത്ത അപവാദങ്ങൾ പറയുന്നവർ നന്ന് ശ്രദ്ധിക്കണം. അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി പരലോകത്ത് അത്തരക്കാർ തെരഞ്ഞു വരും. അകല മാലഹാദ, ഇയാൾ എന്റെ സമ്പത്ത് അന്യായമായി മോഷ്ടിച്ചു, അന്യായമായി ഉപയോഗിച്ചു, കഴിച്ചു, സ്വത്ത് തട്ടിപ്പറിച്ചവർ, അതിര് മാന്തിയവർ, അന്യായമായി മറ്റുള്ളവന്റെ സമ്പത്ത് കൈക്കലാക്കിയവർ, ഹലാലായ പണം കൊടുക്കാത്തവർ, ജോലി ചെയ്ത അയാളുടെ അവകാശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാത്ത ആളുകൾ, ഇങ്ങനെ പല രൂപത്തിൽ ഒരാളുടെ മാറി നമ്മുടെ പോക്കറ്റിലെത്തുന്നുണ്ട് എങ്കിൽ, നമ്മുടെ വയറ്റിലെത്തുന്നുണ്ട് എങ്കിൽ അയാൾ നാളെ നമ്മളെ തെരഞ്ഞു വരുമെന്നാണ്. വസഫ കദമഹാദ, ഇയാൾ എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലറബഹാദ, എന്നെ തല്ലിയിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അനാവശ്യമായി ഇടപെട്ട് ചെയ്ത നമ്മുടെ സ്വഭാവ പെരുമാറ്റ ഇടപെടലിലെ മോശമായ കാര്യങ്ങൾ കൊണ്ട് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ പരലോകത്ത് നമ്മളെ തെരഞ്ഞു വരുന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അയാൾക്ക് എന്തുണ്ടാവും? ഈ സലാത്തും സിയാമും സക്കാത്തും ഒക്കെ ഉണ്ടാവും. അള്ളാഹ് എന്താ ചെയ്യുക? എന്നിട്ട് പറയും ഹാദാമിൻ ഹസനാത്തിഹി. ഈ ഉപദ്രവിച്ച ആൾക്ക്, ആദ്യം ഈ ചീത്ത പറഞ്ഞ ആൾക്ക് ഇയാളെ നമസ്കാരത്തിൽ നിന്ന് അയാളുടെ പ്രവർത്തനം എടുത്തു കൊടുക്കുന്നതാണ്, ഈ അമൽ എടുത്തു കൊടുക്കുന്നതാണ്, സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കും, ഇങ്ങനെ നോമ്പിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇയാളുടെ അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്ത് അവസാനം ഇയാളെ നല്ല അമലുകൾ തീർന്നു പോകുന്നതാണ്. എന്നാലും പരാതിക്കാർ ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ്. എന്തൊരു ദുരിതമായിരിക്കും പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്കി നമ്മൾ. അങ്ങനെ മനുഷ്യന്മാരാകുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ആകാതിരിക്കാനാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ടോ ഇത് തീരാത്ത ആളുകൾക്ക് പിന്നെന്താ ചെയ്യാ? ഈ പരാതിയുമായി വന്ന ആളുകളിൽ വന്ന പോരായ്മകൾ ഉണ്ടാവും. അയാൾക്ക് ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ച് ശിക്ഷ കിട്ടാനുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോ. അയാളുടെ തിന്മകളെടുത്ത് ഇയാൾക്ക് കൊടുക്കുന്നതാണ്. അതിന് പകരം അയാളുടെ തിന്മടുത്ത് ഇയാൾക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് പരിഹരിക്കുക. അവസാനം എന്താ സംഭവിക്കുക? അയാളുടെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് ഇയാൾക്ക് കൊടുക്കും. അവസാനം ഇയാൾക്കൊന്നും ഇല്ലാതാകും. അപ്പൊ അവസാനം അമലുകളൊക്കെ പോയി ഇയാള് പാപം ചെയ്തൊരു മനുഷ്യനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. അങ്ങനെ അവസാനം അയാൾ നരകത്തിന്റെ അവകാശിയായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഇബാദത്തൊക്കെ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വർത്തമാനങ്ങൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം ഒക്കെ ഇങ്ങനെ പാളിപ്പോകുമ്പോ സംഭവിക്കുന്നത് നമ്മുടെ അമലുകൾ ഇല്ലാതായി പോവാണ്. പരലോകത്ത് നമുക്ക് രക്ഷയില്ലാതെയായി പോവുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യങ്ങളിൽ നമുക്കൊരു ശ്രദ്ധ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന് നമ്മളിങ്ങനെ പരിശീലിക്കണം, ശ്രദ്ധിക്കണം, കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണമെന്നാണ്. അള്ളാഹിനോട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒന്ന്, അള്ളാഹു റസൂൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാൽ, ഈ വെറുക്കപ്പെട്ട സ്വഭാവം, പെരുമാറ്റം, അമലുകളിൽ നിന്നൊക്കെ പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മറ്റൊന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ, പടച്ചോനെ എന്റെ കാതുകൊണ്ടുണ്ടാകുന്ന തിന്മകൾ,
വമിൻ ശർരി ബസറി, എന്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന തിന്മകൾ, വമിൻ ശർരി ലിസാനി, എന്റെ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകൾ, വമിൻ ശർരി ഖൽബി, എന്റെ മനസ്സുകൊണ്ടുണ്ടാകുന്ന തിന്മകൾ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമ്മൾ പതിവാക്കുക, ദീനിനെ പറ്റി പഠിക്കുക, നമ്മളെ തന്നെ അസസ്മെന്റ് ചെയ്യുക, മോശമായ കാര്യങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള പരിശീലനങ്ങൾ നേടുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തെ മുഴുവൻ സംസ്കരിച്ച് നന്നാക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ത്വാഹ എന്ന സൂറത്തിലെ 74, 75, 76 ആയത്തുകൾ, അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ചില ആയത്തുകളാണ്. അതിൽ അള്ളാഹു പറയുന്നത്, ഇന്നഹു മൻ യഅ്തി റബ്ബഹു മുജ്രിമൻ, അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് മുജ്രിമായി, കുറ്റം ചെയ്തവനായി വരുന്ന ആളുകളുണ്ടാവും. ഫഇന്ന ലഹു ജഹന്നം, അയാൾക്ക് അല്ലാഹു തആല നരകമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അതിൽ പ്രവേശിപ്പിക്കപ്പെട്ട പിന്നെ മരണമില്ല ജീവിതമില്ല എന്നുള്ള അവസ്ഥയാണ്. മരിച്ച് തീരുമില്ല, ജീവിക്കാനുള്ള ഒരു ആസ്വാദന സുഖം ഉണ്ടാവുക അതുമില്ല. അങ്ങനെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ശേഷം പറയുന്നത് മുഅ്മിനുകളെ പറ്റിയാണ്. വമൻ യഅ്തിഹി മുഅ്മിന ഖദ് അമില സ്വാലിഹാത്തി ഫൗലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, മുഅ്മിനീങ്ങൾ അവർ അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്ത മനുഷ്യന്മാർ, അവര് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ ദറജകളിൽ അവർ എത്തിപ്പെടുമെന്നാണ്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, അവരവിടെ നിത്യവാസികളായി, അവിടെ പ്രവേശിച്ചാൽ പിന്നെ പുറന്തള്ളപ്പെടൂല. അങ്ങനെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. വദാലിക ജസാഉ മൻ തസക്ക, അതെന്തുകൊണ്ട് അവർക്ക് കിട്ടിയത്? മൻ തസക്ക, അവരവരുടെ നഫ്സിനെ തസ്കിയത്ത് നടത്തിയതുകൊണ്ടാണ്, സംസ്കരിച്ചതുകൊണ്ടാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നവംബർ 29 എന്ന ദിവസം അന്താരാഷ്ട്ര തലത്തിൽ UN ഒക്കെ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമായി പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1948 മുതൽ ഇസ്രായേൽ രാജ്യം ഫലസ്തീനിന്റെ മണ്ണ് അപഹരിച്ചെടുക്കുകയും അവിടുത്തെ സഹോദരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായ കുതന്ത്രങ്ങളൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ നമ്മളുമായി ഒരു ആദർശബന്ധിതമായ, ആത്മബന്ധിതമായ ഒരു പ്രദേശവുമാണ്. പ്രവാചകന്മാരുടെ, നമ്മുടെ ആദ്യത്തെ ഖിബിലയുടെ, അങ്ങനെയൊക്കെ നിരവധി ചരിത്ര സത്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത്. അവർ വലിയ യാതനകളും പ്രയാസങ്ങളുമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ്രായേലിന്റെ പ്രോഡക്റ്റുകൾ, ഇസ്രായേലുമായി സഹകരിക്കാൻ നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, നമുക്ക് വളരെ ആത്മാർത്ഥമായി ചെയ്യാനുള്ളത് നിരന്തരമായ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ആ സമൂഹത്തിന് വേണ്ടി, ആ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ മണ്ണിന് വേണ്ടി, ബൈത്തുൽ മുഖദ്ദസിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി, അവിടെ മരിച്ചു വീഴുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഷഹീദാകുന്ന ശ്വതാക്കൾക്ക് വേണ്ടി, അവിടെ വേദനകളും യാതനകളും കടിച്ചമർത്തി കണ്ണീരിൽ കുതിർന്ന് ജീവിക്കുന്ന ഉമ്മമാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വിജയം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ. പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമറാക്കൾ, ഉലമാക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ
അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും, ഞങ്ങളുടെ പരീക്ഷകളിലും, ഞങ്ങളുടെ ജോലികളിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും, ഞങ്ങളുടെ യാത്രകളിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ സമുദായത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തെ നീ സംസ്കരിക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.